ആലപ്പുഴയിൽ ബാങ്കിന് മുന്നിൽ ക്യൂ നിന്ന 5 പേരെ തെരുവ് നായ ആക്രമിച്ചു. എച്ച് ഷാജഹാൻ ഞങ്ങളുടെ പ്രതിനിധി. ഷാജി, എന്തായിരുന്നു സംഭവിച്ചത്? അതിനെ ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇതിന് പ്രധാന കാരണം രാവിലെ മുതൽ തന്നെ തങ്ങളുടെ ആവശ്യത്തിനുള്ള പണം എടുക്കുന്നതിന് സ്ത്രീകളടക്കമുള്ളവർ ക്യൂ നിൽക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. ഇത്തരത്തിൽ ബാങ്കിന്റെ മുന്നിൽ സ്ത്രീ നിന്ന ആളുകൾക്ക് നേരെയാണ് തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത്. 4 സ്ത്രീകളടക്കം 6 പേരെ തെരുവുനായയുടെ ആക്രമണത്തിൽ ഇപ്പോൾ പരിക്കേറ്റു. ഇതിൽ 2 പേര് ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ കൊണ്ടുവന്നു. ഒരാളെ, ഒരു സ്ത്രീയെ ഇവിടെ നിന്നും ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഗുരുതരമായി പരിക്കേറ്റത് കൊണ്ടാണ് ഈ സ്ത്രീയെ ഇപ്പോൾ രണ്ടാമത് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ഈ ബാങ്കിൽ നിന്ന് സെക്യൂരിറ്റി ജീവനക്കാരൻ ഇത് തടയാൻ ശ്രമിച്ചുവെങ്കിലും ഈ സെക്യൂരിറ്റി ജീവനക്കാരനും ഈ തെരുവുനായയുടെ ആക്രമണത്തിൽ ഇപ്പോൾ പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ചികിത്സയിലാണ്. നിരവധി പേർ ക്യൂ നിന്നിട്ടുണ്ടായിരുന്നോ? അതിനിടയിലേക്ക് തെരുവുനായ ഓടി കയറുകയായിരുന്നോ? കാരണം ഈ ബാങ്ക് കോമ്പൗണ്ടിലേക്ക് സാധാരണ ഇപ്പോൾ നമുക്ക് ആലപ്പുഴയിലെ റോഡിലേക്ക് വരെ ക്യൂ നീണ്ടു വരുന്ന ഒരു അവസ്ഥയാണുള്ളത്. മുൻകാലങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ബാങ്കിന്റെ ഉള്ളിൽ തന്നെ വരുന്ന ജനങ്ങളെ കാണാൻ സാധിക്കത്തുള്ളൂ. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ 500-ഉം 1000-ഉം നോട്ടുകൾ പിൻവലിച്ചതോടെ നോട്ടിന്റെയും അല്ലെങ്കിൽ അതുപോലെ പണത്തിന്റെയും ഒക്കെ ആവശ്യത്തിനായി ജനങ്ങൾ ബാങ്കിൽ തടിച്ചുകൂടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇത്തരത്തിൽ റോഡിൽ വരെ ക്യൂ നീണ്ടു നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് പലയിടത്തും കാണാൻ സാധിക്കുന്നത്. അത്തരത്തിൽ റോഡിലേക്ക് ക്യൂ നിന്ന, അതായത് പണം എടുക്കുന്നതിനായിട്ട് റോഡിൽ വരെ ക്യൂവിലായിട്ട് നിന്ന സ്ത്രീകൾക്ക് നേരെയാണ് ഇപ്പോൾ തെരുവുനായയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. റോഡിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്ന നായയാണ് യാതൊരുവിധ പ്രകോപനമില്ലാതെ ഇത്തരത്തിൽ ക്യൂ നിന്ന ആളുകൾക്ക് നേരെ ആക്രമണം നടത്തിയത്. 4 സ്ത്രീകളും അതോടൊപ്പം പുരുഷന്മാരോടൊപ്പം കരിയേറ്റ് ചികിത്സയിലാണ്. എച്ച് ഷാജഹാൻ ഞങ്ങളുടെ പ്രതിനിധി ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും തെരുവുനായെ കൊല്ലുന്ന സംഘടനകൾക്കെതിരെ സുപ്രീം കോടതി നിലപാടെടുത്ത സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു വാർത്ത ആലപ്പുഴയിൽ നിന്ന് പുറത്തു വരുന്നത് എന്നുള്ളതാണ്.